ചങ്ങാതിമാരെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റ്. നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റ്. കാരണം പേര് കേൾക്ക് നമ്മൾക്ക് ആദ്യം ഒരു രസം തോന്നുകയാണെങ്കിലും അവിടെ വന്നാൽ നല്ല മനോഹരമാണ്, നല്ല വൈബാണ്, നല്ല കാറ്റാണ്, നല്ല പ്രകൃതിയാണ്. ആ പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ല, ഒരു ചെറിയൊരു ധാരാളം മരങ്ങളുടെ ഇടയിലൂടെയാണ് ആ ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റിലേക്ക് പോകുന്നത്. അവിടെ നോക്കിയാൽ നേരെ അങ്ങറ്റത്ത് ധാരാളം കാറ്റാടി പാടം, കാറ്റാടി ശേഖരം തന്നെ കാണാം. ഇതല്ലേ, അങ്ങറ്റത്തൊരു മലയുണ്ട്. ആ മലയിൽ നമുക്ക് നടന്നു പോകാം. കാരണം ഒരു പരിധി വരെ വാഹനം വരുവുള്ളൂ. വാഹനം വന്ന ശേഷം നമുക്ക് നടന്നു പോകണം. അങ്ങോട്ട് നടക്കുന്ന ഒരു രംഗവും നമുക്ക് കാണാം. ഉച്ചിൽകുത്ത് കണ്ടില്ലേ, നല്ല ഒരു വ്യൂ പോയിന്റ് ആണ്. ഹായ് ചങ്ങാതിമാരെ, നമ്മളങ്ങനെ ഉച്ചിൽകുത്ത് വ്യൂ പോയിന്റിൽ നിന്നും നേരെ താഴത്തോട്ട് പോവുകയാണ്. നല്ലൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ്. ഇതാ ഇവിടെ നോക്കിയാൽ കാറ്റാടിപ്പാടം കാണാം, കണ്ടില്ലേ. തൊട്ട് ബാക്കിൽ ഒരു പരിധി മാക്സിമം കയറി വരുന്നവിടെ വരെ കയറി വാഹനം അവിടെ നിർത്തിയതിന് ശേഷം ഇതാ ഞങ്ങൾ നടന്നിറങ്ങിയാണ്. ആ വ്യൂ പോയിന്റിൽ നിന്നും നടപ്പ് വഴി കണ്ടു. ഇതാ ആ വഴി ഇറങ്ങിപ്പോവുകയാണ്. ഇളം കാറ്റും ഇളം വെയിലത്തും ഇതാ ഉച്ച സമയത്ത് ഇങ്ങനെ നടക്കാൻ നല്ലൊരു വൈബുള്ള സ്ഥലം കൂടിയാണ്. അത് നേരെ ഓപ്പോസിറ്റ് മറ്റൊരു മലയുണ്ട്. ആഹാ, തണുത്ത കാറ്റില് ഇതാ നമ്മളങ്ങനെ നടക്കുകയാണ്. ആഹാ, മറ്റു മലകൾ കണ്ടോ, നല്ല മലകൾ. ആഹാ, അതുപോലെ കാറ്റാടിപ്പാടം, അത് തമിഴ്നാടിൻ്റെ ഭാഗമാണ്. ധാരാളം കാറ്റാടി മരങ്ങൾ അങ്ങനത്തെ വരെ കാണാം. ഈ സ്ഥലമാണ് ഉച്ചിൽകുത്ത്. അല്ലേ, അധികമാരും എത്തുകയില്ല, കാരണം അതുപോലെ ഓഫ് റോഡാണ് യാത്ര ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളവർ ഇതാ എൻ്റെ ബാക്ക് സൈഡിൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്നും എത്തിയതിനു ശേഷം ഒരു കുന്നിൽ നിന്നും അടുത്ത കുന്നിലേക്ക് ഞങ്ങൾ നടക്കുകയാണ്. നല്ല രസമാണ്. ആ പോകുന്ന വഴിക്ക് ഇതാ ഒരു വെറൈറ്റി ഒരു ജീവിനെ കണ്ടു. പച്ചലക്കുടുക്ക വർഗത്തിൽപ്പെട്ടാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നല്ല ശക്തിയായ കാറ്റുള്ളതുകൊണ്ട് ഇടയ്ക്ക് ഈ സാധനം പറന്നു പോകുന്നതാണ്. പക്ഷെ ഇത് ഞങ്ങളുമായിട്ട് ഇണങ്ങിക്കൊണ്ടാണ് പറന്നു പോകാത്തതെന്നാണ് എൻ്റെ തോന്നല്. ഏതൊക്കെയാലും നല്ല ഒരു മനോഹരമായ ഒരു ജീവിയും കൂടിയാണ് ഈ യാത്രയിൽ കണ്ടത്. നടന്നു പോകുന്നിടയിൽ നല്ല ശക്തിയായ കാറ്റുണ്ട്. പക്ഷെ ഇളം വെയിലാണെങ്കിലും കാറ്റ് മൂലം ഞങ്ങളുടെ നടത്തം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. നല്ല രസമാണ്. നല്ല ഇളം കാറ്റെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിലും അപ്പുറമാണ്. കാരണം എത്ര വെയിലാണെങ്കിലും ആ ഇളം കാറ്റില് ആ വെയില് ഒന്നും അല്ലലടുക്കാത്ത രീതിയിലാണ്. നല്ല രസമാണ്. അങ്ങനെ ഏകദേശം ആ കുന്നിൽ നിന്നും ഇറങ്ങി ഏകദേശം സമനിരപ്പായിരിക്കുകയാണ്. ഇനി അടുത്ത കുന്നുണ്ട്. ഞാൻ ഏക്കാലും കുറച്ച് നടന്നപ്പോൾ മടുത്ത്, പിന്നെ തിരിച്ചു പോകുന്ന ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ കുറച്ച് വിശ്രമിച്ചിട്ടാണ് അടുത്ത നടത്തം. എത്രയോ അനുകൂലമാണ് കാറ്റ്, പക്ഷേ ആ കാറ്റ് കൂടിയാലും അത് ഭീഷണമായി. സീറോപ്പിൽ അറിവ് നിങ്ങൾ ഭൂമി ചുറ്റി കണ്ടിരിക്കുക എന്നാണ്. അതുപോലെ ആ ഒരു മരം, ആ പർവ്വതത്തെ, ആകാശം, നമ്മളങ്ങനെ ഒരു പരിധി വരെ പോയതിനു ശേഷം ഇറങ്ങി വന്ന ആ ഒരു വഴി നിങ്ങൾക്ക് ഈ ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റിൽ പറഞ്ഞത് ശാന്തപാറയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ മാത്രമാണ് ലൊക്കേഷൻ കാണിക്കുള്ളൂ. അതിനുശേഷം ലൊക്കേഷൻ ഇല്ല, പിന്നെ ഓഫ് റോഡാണ്. ഓഫ് റോഡ് മാർഗമാണ് ഈ ഉച്ചിലക്കുത്ത് വ്യൂ പോയിന്റിലേക്ക് വരാൻ പറ്റുകയുള്ളൂ. അപ്പം യാത്രയാണ്, നമ്മൾ പോകുന്ന വഴിയൊക്കെ സൂക്ഷിച്ചു പോവുക, അഭ്യാസമൊന്നും കാണിക്കരുത്. അപ്പോൾ ഈ മനോഹരമായ ഒരു വ്യൂ പോയിന്റാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്ന ഒരു ചെറിയ ബ്രേക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യൂ പോയിന്റ് ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടപ്പെടാൻ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക,
അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്തുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ ബ്രേക്ക്. അപ്പം ഈ വ്യൂ പോയിൻ്റ് കണ്ടതെല്ലാവരും ഇഷ്ടപ്പെടുന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ ബ്രേക്ക്. താങ്ക് യു.